ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം കൊണ്ട് പായസം ഉണ്ടാക്കാൻ പോവുക. വേറെ ഒന്നുമല്ല, ബാംബൂ റൈസ്. ഒരു അരക്കപ്പ് ബാംബൂ റൈസ് നന്നായിട്ട് കഴുകി ഒരു ദിവസം നന്നായിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു. നല്ലോണം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചതിന് ശേഷം അതൊന്ന് കുക്കറിനകത്തേക്ക് ഇട്ട് ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിക്കുക എന്ന് പറയുമ്പോഴത്തേനും ഒരു 10 വിസിലടിച്ചു കേട്ടോ. ആ അരി വെന്ത് കിട്ടുന്ന നേരം കൊണ്ട് നമ്മൾ ഒരു 2 കലം ശർക്കര ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്ത് വയ്ക്കുക. അപ്പോഴത്തേനും അരിയൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് 10 വിസിലിന് ശേഷം. ഓക്കെ, ഈ പാകത്തിലേക്ക് നമ്മൾ ആ ശർക്കര പാനി ഒരു 1/4 ഭാഗം ഒഴിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റി വരുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ശർക്കര പാനിയും ഒരു 3 ഗ്ലാസ്സോളം രണ്ടാം പാലും കൂടെ കൂട്ടി ഒഴിച്ചു കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് കുറുക്കിയെടുക്കുക. നമ്മളിപ്പോഴും വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ കുറച്ച് നേരം കുറുക്കി കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി തലപ്പാലും കൂടി ഒഴിച്ചെടുത്ത് നമ്മൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യണം. തൻപാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്, തിളയ്ക്കുന്നവരെ. അന്നേരം പിരിഞ്ഞ പോലെ ആകുകയില്ല. ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു നുള്ള് ചുക്കുപൊടിയാണ്. അതിട്ട് കൊടുത്തിട്ട് തീ ഓഫ്. പിന്നെ നമ്മുടെ അടുത്ത ഗാർണിഷിങ്ങുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ ഇച്ചിരി നെയ്യ് ഒഴിച്ച് നല്ലോണം വറുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടാൽ നല്ലതാണ്, ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസം നല്ല സൂപ്പറായിട്ട് റെഡി ആയി വന്നിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ ഒന്ന് സെർവ് ചെയ്ത് നോക്കാം. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു പ്രഥമനായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കിട്ടുന്നവർ, മുളേരി കിട്ടാൻ വഴിയുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇല്ലെങ്കിൽ കണ്ടിട്ട് വേണമെങ്കിൽ ഒരു അഭിപ്രായം പറയാം കേട്ടോ. ഓക്കേ.